ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഈ ക്ലാസ്സിൽ നമ്മൾ നല്ല നല്ല കഥയിലൂടെയും കണക്ഷനിലൂടെയും കോഡിലൂടെയും സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മുഗൾ രാജവംശം അഥവാ മുഗൾ ഡൈനാസ്റ്റി. ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പഠിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു പോകാം. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുന്നത് മധ്യകാല ഇന്ത്യയാണ്. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് അവസാനം ഭരിക്കുന്നത് അഫ്ഗാൻ ലോബിയാണ്. അത് ലോബിയല്ല, ലോധി രാജവംശം എന്നും ഓർക്കാനായിട്ട് പറഞ്ഞു. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഒരേ ഒരു അഫ്ഗാൻ രാജവംശമാണ്, ബാക്കിയെല്ലാം തുർക്കിക്കാരും ആയിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം കണ്ടോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ആ ലോധി രാജവംശത്തിലെ അവസാനത്തെ രാജാവ്, അവസാനത്തെ ലോബി ആര് എന്ന് ചോദിച്ചാൽ അതാണ് ഇബ്രാഹിം ലോബി, ഇബ്രാഹിം ലോധി, ഖുറൈഷി ഇബ്രാഹിമിനൊക്കെ പോലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ലോബിയെ പൊട്ടിച്ചുകൊണ്ട് മുഗളന്മാരെ സ്ഥാപിച്ചത് മുഗളന്മാരുടെ ബാപ്പയാണ് എന്ന് ഓർത്തോളൂ. യെസ്, അതാണ് ബാബർ. അതേ തുടർന്ന് വരുന്ന രാജാക്കന്മാരെല്ലാം പഠിക്കേണ്ടതുണ്ട്. അവരുടെ കാലത്ത് വരുന്ന പരിഷ്കാരങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോ അവരുടെ ഓർഡർ, അവരിൽ നിന്നും ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഓർഡർ ഇങ്ങനെ ഓർത്തോളൂ: ഭാജ് സാബ്, ബാദ്ഷാ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ഭാജ് സാബ്. അതിൽ ബി ബാബറാണ്, എച്ച് ഹുമയൂൺ, എ അക്ബർ, ജെ ജഹാംഗീർ. പിന്നെ എസ് ഷാജഹാൻ, എ ഔറംഗസേബ്. ഈ ബി എന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ ഒന്നാമനാണ്. പിന്നെയും ഒരു ബി കൂടെ ഉണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആ സ്ഥാനത്ത് മുഗളന്മാരുടെ രാജാവ് എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ അവിടെ കൊണ്ടിരുത്തിയ രാജാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ. അദ്ദേഹം സഫർ ചെയ്യുകയായിരുന്നു. സഫർ ചെയ്തുകൊണ്ട് ആ മ്യാൻമാറിലേക്ക് ഓടിപ്പോയി എന്നോർത്തോളൂ. അത് മ്യാൻമാറിലെ രംഗൂണിലേക്കാണ് ഓടിപ്പോയത്. അപ്പൊ നമുക്ക് എല്ലാം നോക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഞാൻ ക്ലാസ് അയച്ചു തരാം. അത് മാത്രമല്ല ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്തോളൂ, എങ്കിലേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം. മുഗൾ സാമ്രാജ്യം അഥവാ മുഗൾ ഡൈനാസ്റ്റി. നമ്മൾ പറഞ്ഞ പോലെ മുഗൾ സാമ്രാജ്യത്തിന്റെ ബാപ്പയാര് എന്ന് ചോദിച്ചാൽ അത് ബാബർ എന്ന് പറയണം. അദ്ദേഹം മുഗൾ സാമ്രാജ്യം ഇവിടെ നട്ട് വളർത്തിയത് മെയിൻ ആയിട്ടുള്ള 4 യുദ്ധം തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ ചെയ്തിട്ടാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ അദ്ദേഹം ആദ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1526 പാനിപ്പട്ട് യുദ്ധമാണ്. പാനിയൊക്കെ ഒഴിച്ച് നട്ട് വളർത്തി മുഗൾ സാമ്രാജ്യം. അതാണ് പാനിപ്പട്ട് യുദ്ധം. മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള ഒന്നാമത്തെ യുദ്ധം അത് ഇബ്രാഹിം ലോധിക്കെതിരെയാണ്. നമ്മൾ പറഞ്ഞു ഡൽഹി സുൽത്താനേറ്റിൽ അവസാനത്തെ രാജവംശം അഫ്ഗാൻ ലോബി, യെസ്, ലോധി രാജവംശം. അതിലെ ലാസ്റ്റ് രാജാവ് ഖുറൈഷി ഇബ്രാഹിമിനൊക്കെ പോലത്തെ ലോബി ആയിരുന്നു, യെസ്, ഇബ്രാഹിം ലോധി. അദ്ദേഹത്തിനെതിരെയാണ് മുഗളന്മാരുടെ ബാപ്പ ഈ അറ്റാക്ക് നടത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇതിലേക്കായി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് ദൗലത്ത് ഖാൻ ലോധിയും റാണ സംഗയുമാണ്. പ്രത്യേകിച്ച് വിലയൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു കിടന്നൊരു ലോബി ഉണ്ടായിരുന്നു, അതാണ് ദൗലത്ത് ഖാൻ ലോധി. പിന്നെ ഇബ്രാഹിം ലോധിയെ എപ്പോ വേണമെങ്കിലും സംഘം ചേർന്ന് ആക്രമിക്കാനിരുന്ന ഒരു റാണ സംഗയുമുണ്ട്. അവർ രണ്ടുപേരും ചേർന്നാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ക്ഷണിക്കാൻ ഒരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഇബ്രാഹിം ലോധിയെ തോപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ നിൽക്കൂല എന്നുള്ള ഉറപ്പ് യവന്മാർക്കുണ്ടായിരുന്നു. കാരണം ബാബറിന് ഇന്ത്യക്കാരെ ഇഷ്ടമേ അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിലും പറയുന്നുണ്ട് ഇന്ത്യയും ഇന്ത്യക്കാരെയും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയിരുന്ന് അറ്റാക്ക് ചെയ്യാനും കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇവരുടെ ക്ഷണം. എന്നാൽ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മനോഭാവമൊക്കെ മാറി ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം എന്ന് തോന്നി. കാരണം ഇന്ത്യയിലെ മാമ്പഴം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഇന്ത്യയിലുള്ള മാമ്പഴങ്ങൾ നട്ട് വളർത്തുകയും ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനം കുറിച്ചൊക്കെ ധാരാളം അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പൊ ആ യുദ്ധം കഴിഞ്ഞു. ഇബ്രാഹിമിന്റെ ലോബിയെ ബാബർ പൊട്ടിച്ചു. പിന്നെ ഇന്ത്യ അങ്ങ് ഇഷ്ടപ്പെട്ടു, മാമ്പഴം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തിരിച്ചു പോകാൻ തോന്നിയില്ല എന്നോർത്തോളൂ. അത് പക്ഷെ ആ സംഘമായിട്ട് ആക്രമിക്കാൻ നിന്ന് റാണ സംഘയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹത്തിനെതിരെ യുദ്ധത്തിന് പോയി. തൊട്ടടുത്ത വർഷം 1527 കണ്വാ യുദ്ധം. ഇങ്ങനെ ഓർത്താൽ മതി, മുഗളന്മാരുടെ ബാപ്പ റാണയുടെ കയ്യിൽ നിന്നും കണ്ണായ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്ത യുദ്ധം കണ്വാ യുദ്ധം 1527. ഇതോടെ റാണ സംഘയെയും വകവരുത്തി. ഇനി എന്താണ്? അപ്പൊ ആദ്യം പാനിയെ കുറിച്ച് നട്ടു വളർത്തിയ യുദ്ധം, പിന്നെ കണ്ണായ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. തൊട്ടടുത്ത വർഷവും നടക്കുന്നതാണ് ചന്ദേരി യുദ്ധം. ചന്തപ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്തു. കോർഡിനേറ്റ് ഓർത്തോളൂ, അത് 1528 ബാറ്റിൽ ഓഫ് ചന്ദേരി. ഡിഫീറ്റഡ് മേദിനി റോയി. ചന്തയിൽ വെച്ച് ഒരു റോയിയെ മർദ്ദിച്ച് ഒട്ടിച്ചാണ് ആ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തതെന്ന് ഓർത്തോളൂ. അതാണ്
മേദിനി റോയിക്കെതിരെ. എങ്കിൽ അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഇവിടെ ആദ്യം ഇബ്രാഹിം ലോധിയെ അറ്റാക്ക് ചെയ്ത് ഓട്ടിച്ചെങ്കിലും പാനിപ്പട്ട് യുദ്ധത്തിൽ പിന്നെയും കുറച്ച് അഫ്ഗാനിസ്ഥാൻകാരന്മാര് പതിയിരിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ആ അവസാനത്തെ അഫ്ഗാൻ കറയും കൂടെ ഇവിടെ തുറച്ചു നിൽക്കാനാണ് ഖാഗ്ര യുദ്ധം 1529 നടത്തിയത്. അത് മുഹമ്മദ് ലോധിക്കെതിരെയാണ്. ആ ലോധിയിലെ അവസാനത്തെ ലോബിയാണ് മുഹമ്മദ് ലോബി. അദ്ദേഹത്തെയും തോൽപ്പിച്ച് ബാബർ ഈ 4 യുദ്ധത്തിലൂടെയും മുഗൾ സാമ്രാജ്യത്തിന് ഇവിടെ അടിത്തറ പാകി എന്ന് ഓർത്തോളൂ. അപ്പൊ ഈ 4 യുദ്ധങ്ങളും ഓർത്തു വയ്ക്കുക. എങ്കിലും ബാബർ ഈ യുദ്ധങ്ങളൊക്കെ ജയിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം ബാബറിന്റെ കയ്യിൽ വലിയ സൈനിക ബലമൊന്നുമില്ല. ഇബ്രാഹിം ലോധി വലിയ ലോബിയാണല്ലേ, അദ്ദേഹത്തിന് 1 ലക്ഷത്തോളം സൈനിക ബലം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 12,000 അടുപ്പിച്ച് സൈനിക ബലം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇദ്ദേഹം ജയിച്ചു. കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യുദ്ധരീതിയും പിന്നെ അദ്ദേഹത്തിന്റെ ആയുധവുമാണ്. അത് ചുമ്മാ വാളും കോടാലിയൊന്നും അല്ല. അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പീരങ്കിയും വെടിമരുന്നുമാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ ബലം. അങ്ങനെയാണ് മുഗൾ ഡൈനാസ്റ്റി ഇവിടെ സ്ഥാപിക്കുന്നത്. പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചാണ് ഇബ്രാഹിം ലോധി ഉൾപ്പെടെ വരുന്ന യുദ്ധങ്ങളിലെ എല്ലാ ആൾക്കാരെയും ഇദ്ദേഹം നേരിട്ടത്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ യുദ്ധമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളുക്മ യുദ്ധമുറ എന്നാണ് പറയുന്നത്. അത് മധ്യത്തിൽ നിന്നും ഇടതിൽ നിന്നും വലതിൽ നിന്നും 3ആയിട്ട് തിരിച്ച് എതിരാളികളെ പല വശത്തൂടെ തള്ളി അറ്റാക്ക് ചെയ്യുന്ന യുദ്ധമുറ, അതാണ് തുളുക്മ എന്ന് ഓർത്തോളൂ. ഈ തുളുക്മയോടൊപ്പം വന്നിട്ട് അദ്ദേഹം പീരങ്കി ഉപയോഗിക്കല്ലേ, ഇവിടെ ചെയ്യാനായിട്ട് പറ്റുമോ? 12,000 പേര് മതിയല്ലോ. അദ്ദേഹത്തിന്റെ ആയുധം അത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന് ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ തായ് വഴിയില് തിമൂറിന്റെ ബന്ധുവും അച്ഛന്റെ വഴിയിൽ ചെങ്കിസ് ഖാന്റെ ബന്ധുവും കൂടിയാണ് ഈ ബാബർ. അപ്പൊ ജീനിന്റെ ഗുണവും കൂടെ കാണിക്കാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നല്ല യുദ്ധതന്ത്രം. കാരണം 2 പേരും പോരാളികളാണ്. തായ് വഴി തിമൂറാണ് എന്നാണ് തുഗ്ലക്ക് പരമ്പരയെ തിമിർത്ത് ഇല്ലാതാക്കിയെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ചെങ്കിസ് ഖാനും. ഓക്കെ, ബാബർ ജനിക്കുന്നത് 1483 വാലന്റൈൻസ് ഡേക്കാണ് എന്നും ഓർത്തോളൂ. ഫെബ്രുവരി 14. നമ്മുടെ ഇന്ത്യ രാജ്യം ആദ്യമായി ഒഡിഐ ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് നേടുന്നത് 1983. നിവിൻ പോളിയുടെ സിനിമയൊക്കെ ഉണ്ട് ആ വർഷം വെച്ചിട്ട്. അതിനും 500 വർഷം മുമ്പേ ഉള്ള വാലന്റൈൻസ് ഡേക്കാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും റോസാപ്പൂ കൊടുക്കുമല്ലേ? യെസ്, അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റോസാപ്പൂ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ബാബറാണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, ബാബറിന്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഹ്റുദ്ദീൻ മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് അസറുദ്ദീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗാംഗുലിക്ക് മുമ്പേ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി. അപ്പൊ അതേപോലത്തൊരു പേരാണ്. മുഹമ്മദ് അസറുദ്ദീനെ തിരിച്ചിടുമ്പോഴത്തെ ഒരു പേരാണ് സഹിറുദ്ദീൻ മുഹമ്മദ് എന്ന് ഓർത്തോളൂ. ഇന്നത്തെ ഇന്ത്യ ആവാനായിട്ട് ഈ മോഡേൺ ക്രിക്കറ്റിൽ വന്നിട്ട് ആ ഒരു മാറ്റമൊക്കെ കൊണ്ടുവന്ന് ആദ്യത്തെ ഒരു ക്യാപ്റ്റൻ എന്ന് വേണമെന്നുണ്ടെങ്കിലും അസറുദ്ദീനെ പറയാം. കൂടുതലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഗാംഗുലിയാണ്. പിന്നെ അവിടെ നിന്ന് ധോണിയുടെ കൈകളിലെത്തി രാജ്യം വേറെ ലെവലായി. അസറുദ്ദീനാണ് വന്നിട്ട് കോഴ വിഭാഗത്തിൽ പുറത്തായ ക്യാപ്റ്റനും. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ, മുഹമ്മദ് അസറുദ്ദീനെ തിരിച്ചിടുമ്പോഴത്തെ പേരാണ് ബാബറിനും സഹിറുദ്ദീൻ മുഹമ്മദ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ബാബർ ജനിച്ചത് വാലന്റൈൻസ് ഡേക്കാണ്, പൂ കൊടുക്കുന്ന ദിവസം. അതുമായി ബന്ധപ്പെട്ട് ഒരു പൂന്തോട്ടവും അദ്ദേഹം വളർത്തി. അതും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതാണ് ആഗ്രയിൽ സ്ഥാപിച്ച ആരംഭാഗ് അഥവാ റാംബാഗ് എന്നൊക്കെ അറിയപ്പെടുന്ന പൂന്തോട്ടം. അദ്ദേഹം വാലന്റൈൻസ് ഡേക്ക് പൂ കൊടുക്കുന്ന ദിവസം ജനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പൂന്തോട്ടം ആരംഭിച്ചു. അതാണ് ആരംഭാഗ് അഥവാ റാംബാഗ് എന്ന് ഓർത്തോളൂ. അദ്ദേഹം 1527 അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മസ്ജിദ് വരുന്നുണ്ട്. അതാണ് ബാബറി മസ്ജിദ്. അത് നിർമ്മിച്ചത് മീർ ബാക്കി. അദ്ദേഹത്തിന്റെ പേരില് അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കാതെ മീർ ബാക്കി ബാബറി മസ്ജിദ് 1527 സ്ഥാപിച്ചു എന്നോർത്തോളൂ. 1526 ഒന്നാമത്തെ പാനിപ്പട്ട് യുദ്ധത്തിൽ അദ്ദേഹം മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞ് 1 വർഷത്തിന് വാർഷികത്തിനെന്ന് ഗോൾഡനായിട്ട് ഓർത്തോളൂ അദ്ദേഹത്തിന്റെ പേരിൽ മസ്ജിദും വന്നു. അതിന്റെ പണി പൂർത്തിയാകുന്നത് 1528-29 കാലഘട്ടത്തിലാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബാബർ നാമ അഥവാ തുസുക്കി ബാബറി എന്നും ഓർത്തോളൂ. ആത്മകഥ എഴുതിയ 2 മുഗൾ രാജാക്കന്മാരെ ഉള്ളൂ. ഒന്ന് മുഗളന്മാരുടെ ബാപ്പ ബാബറും മറ്റൊരാള് കീറിയാണ് ആത്മകഥ എഴുതിയെന്ന് ഓർത്തോളൂ. അതാണ് ജഹാംഗീർ. അത് വഴിയെ നോക്കാം. എങ്കിൽ ഈ ചങ്ങാതി ഏത് ഭാഷയിലാണ് ആത്മകഥ എഴുതിയെന്ന് ചോദിക്കും. അതാണ് ചങ്തായ് തുർക്കി. ചങ്തായ് തുർക്കിയിലാണ് ബാബർ എന്ന ചങ്ങാതി ആത്മകഥ എഴുതിയത് എന്നും ഓർത്തോളൂ. തുസുക് ഇ ബാബറി എന്നാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് സുസൂക്കിയിലാണെന്ന് വേണമെങ്കിൽ കോഡിനായിട്ട് ഓർത്ത് വച്ചോളൂ. എങ്കിൽ പ്രിൻസ് ഓഫ് ആട്ടോബയോഗ്രഫി ആത്മകഥയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതും ബാബറാണ്. ബാബർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നാൽ അത് സിംഹം എന്നാണ്. സിംഹം, ഷേർ എന്നൊക്കെ അറിയപ്പെടുന്നത് ബാബറാണ് എന്നും ഓർത്തോളൂ. നമ്മൾ പറഞ്ഞായിരുന്നു
സഹീറുദ്ദീൻ മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഓക്കെ, അത് വെച്ചിട്ട് സഹീർ അതിലും ഒരു ഷേർ ഉണ്ട്. അപ്പൊ ഷേർ എന്നാൽ സിംഹമാണ് എന്നും ഓർത്തോളൂ. അദ്ദേഹം മരണപ്പെടുന്നത് 1530 ആഗ്രയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും മുമ്പേ ആഗ്രയിൽ വെച്ച് മരണപ്പെട്ടു എന്നോർത്തോളൂ. എന്താ അല്ലേ, 1526 വന്ന് മുളന്മാരുടെ സാമ്രാജ്യം നട്ടുപിടിപ്പിച്ചു പാനിപ്പട്ട് യുദ്ധത്തിലൂടെ. തുടർന്ന് 4 യുദ്ധം 1529 വരെ. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വർഷം 5-ാം വാർഷികത്തിന് തട്ടിപ്പോവുകയാണ് അദ്ദേഹം എന്നും ഓർത്തോളൂ. അദ്ദേഹം മരിച്ചത് ആഗ്രയിൽ വെച്ചാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ സ്ഥലം വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരെയും ഇന്ത്യയൊന്നും ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ കാബൂളിലേക്ക് കൊണ്ടുപോയി. അപ്പോ ഈ ശവകുടീരങ്ങളൊക്കെ ക്ലാസിന്റെ അവസാനം കോഡിലൂടെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പോ കാബൂളിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ അടക്കിയത്, ആഗ്രയിൽ വെച്ചിട്ട് മരണപ്പെടുകയും കാബൂളിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കേണ്ടതാണ് ഹുമയൂൺ. അദ്ദേഹത്തിന്റെ മകനായിട്ട് വന്നു. നിർഭാഗ്യവാനായ ഹ്യൂമൻ ബീയിങ് ആണ് ഹുമയൂൺ എന്ന് ഓർത്തോളൂ. ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യശാലി എന്നാണ്. എന്നാൽ ഒരു ഭാഗ്യവും ഇല്ലാത്ത മനുഷ്യനാണ്. ബാബർ മരിച്ചത് 1530 അപ്പൊ ആ വർഷം തന്നെയാണ് ഹുമയൂണ് അധികാരത്തിൽ വരുന്നത്. എങ്കിൽ ഹുമയൂൺ ജനിച്ചത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1508 മാർച്ച് 6-ന്. വലിയ ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഇങ്ങനെ ഓർത്തു വരുന്നുള്ളൂ. 1-ാം പാനിപ്പട്ട് യുദ്ധം നടക്കുമ്പോഴത്തേക്കും ഹുമയൂണ് 18 വയസ്സായി, അഡൽട്ട് ആയി എന്ന് ഓർത്താൽ മതി. അപ്പൊ 1508 ജനിച്ചാലേ 26 വരുമ്പോഴത്തേക്കും 18 വയസ്സാവും. അങ്ങനെയും ഓർത്താൽ മതി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നസീർ ഉദ് ദിൻ മുഹമ്മദ് ഹുമയൂൺ എന്നാണ്. അതിലും ഹുമയൂൺ ഉണ്ട്, ഓർത്തു വെക്കാനായിട്ട് എളുപ്പമുണ്ട്. അദ്ദേഹം ബാബറിന്റെയും മഹാനായിട്ടുള്ള ഒരു ബീഗത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, മകനാണ് ഈ ഹുമയൂൺ എന്നോർത്തോളൂ. അതാണ് മഹം ബീഗം. എങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ടത് അദ്ദേഹം സ്ഥാപിച്ച നഗരത്തിന്റെ പേരാണ് ദിൻപന. ദിനവും ഹുമയൂണിനെ സന്ദർശിക്കാൻ ദിൻപന നിർമ്മിച്ചു എന്നോർത്തോളൂ. ബാബർ മരിക്കുമ്പോഴത്തേക്കും ഈ സാമ്രാജ്യം വന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്ക് കൂടെ ഓരോരോ പോർഷനായിട്ട് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ സാമ്രാജ്യം ഹുമയൂണിന്റെ കയ്യിൽ നിന്നും കുറച്ചു കാലത്തെങ്കിലും നഷ്ടപ്പെടാനും കാരണമായിട്ടുള്ളത്. കാരണം അപ്പോഴും ബലം നഷ്ടപ്പെടുമല്ലേ, പിന്നെ സഹോദരന്മാർക്കിടയിലുള്ള ഐക്യമില്ലായ്മ, ഇതൊക്കെ കാരണമായി 1530 മുതൽ 40 വരെ 10 വർഷം, ഒരു ദശാബ്ദം ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുകയാണ്. അതൊരു സൂര്യൻ വന്ന് തട്ടിയെടുത്തു. അതാണ് ഷേർഷാ സൂരി. നോക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു 1530 മുതൽ 1540 വരെയുള്ള ദശാബ്ദ കാലഘട്ടത്തിലാണ് ആദ്യം ഹുമയൂണ് ഭരിക്കുന്നത്. 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു സൂര്യൻ വന്ന് തട്ടിപ്പറിച്ചു എന്നാണ് പറഞ്ഞത്. അത് 1540 ഭരണം പോവും എന്നുണ്ടെങ്കിലും അതിനും 1 വർഷം മുമ്പേ തന്നെ അവരുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. 1539 ആദ്യത്തെ യുദ്ധം നടക്കുകയാണ്. തൊട്ടടുത്ത വർഷം 2-ാമത്തെ യുദ്ധവും. ആ യുദ്ധം കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, അതായത് ചക്ക യുദ്ധം. ഹുമയൂണും ഷേർഷാ സൂരിയും ചക്ക എറിഞ്ഞാണ് യുദ്ധം ചെയ്തതെന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. 1539 ച എന്നാൽ ചൗസ യുദ്ധവും 1540 ക എന്നാൽ കനൌജ് യുദ്ധവുമാണ്. അതാണ് ചക്ക. 1539 ചൗസ യുദ്ധത്തിലും ഇദ്ദേഹം തോൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും ഗംഗയിൽ ചാടി രക്ഷപ്പെട്ടത് കൊണ്ട് ആ വർഷം വന്നിട്ട് മുഗൾ സാമ്രാജ്യം ഇദ്ദേഹത്തിന്റെ പോകുന്നില്ല. ഇത് രായ്ക്ക് രാമായണം വന്നിട്ട് ഫൗളായിട്ട് ഷേർഷാ സൂരി കയറി അറ്റാക്ക് ചെയ്തു എന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്ത വർഷം കനൌജ് യുദ്ധം, അതില് മുഗൾ സാമ്രാജ്യം ഇദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട് ആരുടെ കയ്യിൽ, ഷേർഷാ സൂരിയുടെ കയ്യിൽ എത്തുന്നുണ്ട്. പിന്നെ 15 വർഷം ഒളിവ് ജീവിതമായിരുന്നു. 10 വർഷം ഇദ്ദേഹം ഭരിച്ചു, തട്ടിപ്പറിച്ച ആള് 15 വർഷം ഭരിച്ചു ഷേർഷാ സൂരി 1555 വരെ. അപ്പൊ അത്രയും കാലം വന്നിട്ട് ഇദ്ദേഹത്തിന് താമസിക്കാനായിട്ട് പേർഷ്യയിലാണ് സ്ഥലം കൊടുത്തത്. സവാബിദ് വംശത്തിലെ ഷാ തഹ്മാസ്പ് എന്ന രാജാവാണ് താമസിക്കാൻ സ്ഥലം കൊടുത്തതെന്ന് ഓർത്തോളൂ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഇങ്ങനെ ഓർത്തോളൂ, ഷാ തഹ്മാസ്പ് താമസിക്കാൻ ഇടം കൊടുത്തു എന്ന്. അങ്ങനെ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് 1555 ഷേർഷാ സൂരി വടിയാകും. പിന്നെ അതേ തുടർന്ന് വരുന്ന വ്യക്തിയാണ് സിക്കന്ദർ സൂരി. പേരിൽ മാത്രമേ സിക്കന്ദർ ഉണ്ടോ എന്നുണ്ടെങ്കിലും അത്രയ്ക്ക് വന്നിട്ട് കിടുവൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തെ വന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വന്ന് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ഹുമയൂണ് 1555 ബാറ്റിൽ ഓഫ് സിർഹിന്ദ് യുദ്ധത്തില് ചിരിച്ചുകൊണ്ട് വീണ്ടും സാമ്രാജ്യം സ്ഥാപിച്ച യുദ്ധം സിർഹിന്ദ് യുദ്ധം എന്നും ഓർത്തോളൂ. ഹുമയൂണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ബൈറാം ഖാൻ ആണ്. ഒരു ബൈസ്റ്റാൻഡറിനെയും കൂട്ടി വന്നിട്ടാണ് അദ്ദേഹത്തെ അടിച്ചത്. അതാണ് ബൈറാം ഖാന്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു ബൈസ്റ്റാൻഡർ തന്നെയായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ പറഞ്ഞു ബാജ് സാബ് എന്നാണ് ഓർഡർ. അതിൽ പി ബാബർ, എച്ച് ഹുമയൂൺ. അത് കഴിഞ്ഞിട്ട് വരുന്നത് അക്ബർ 14-ാമത്തെ വയസ്സിൽ രാജാവേണ്ടി വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 2-ാം പാനിപ്പട്ട് യുദ്ധത്തിലൊക്കെ കട്ടക്കി നിന്ന് ഈ മുഗൾ സാമ്രാജ്യത്തിനൊക്കെ വന്നിട്ട് വീണ്ടും തിരിച്ചു പിടിച്ചേക്ക് വന്നിട്ട് ഈ ബൈസ്റ്റാൻഡർ ആണ് എന്ന് ഓർത്തോളൂ. അതാണ് ബൈറാം ഖാന്. നമുക്ക് പോകുമ്പോ നോക്കേണ്ടതുണ്ട്.
എങ്കിൽ അദ്ദേഹം മരണപ്പെടുന്നത് 1556 ലൈബ്രറിയുടെ മുകളിൽ നിന്ന്, പടിക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചാണ് എന്നും ഓർത്തോളൂ. 1555 സിരിഹിന്ദ് യുദ്ധത്തിലാണ് അദ്ദേഹം തിരിച്ചു പിടിച്ചു എന്നാണ് പറഞ്ഞത്. 1530 മുതൽ 40 വരെ 10 വർഷം. പിന്നെ വന്ന ആള് ഷേർഷാ സൂരിയാണ്. 10 നിന്നും 5 കൂടെ ഭരിച്ചു. 15 വർഷം അയാൾ ഭരിച്ചപ്പോൾ ഇയാള് ഒളിവിൽ പോയി. തിരിച്ച് സിരിഹിന്ദ് യുദ്ധത്തില് സിക്കന്ദർ സൂര്യയെ തോപ്പിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് 1 വർഷം കഴിഞ്ഞ് ലൈബ്രറിയുടെ മുകളിൽ കയറി ഓടി, അവിടെ നിന്ന് വീണ് വടിയായി. അതുകൊണ്ടാണ് നിർഭാഗ്യവാൻ എന്നും പറയുന്നതെന്നും ഓർത്തോളൂ. ആ ലൈബ്രറിയുടെ പേരാണ് ഷേർ മണ്ഡലിന്റെ മുകളിലേക്ക് കയറി ഓടിയിട്ടാണ് അവിടെ നിന്നും വീണത്. എങ്കിൽ കുതിരപ്പുറത്ത് നിന്ന് കുത്തനെ വീണ് മരിച്ചത് കുത്തബ് ബീൻ ഐബക്ക് എന്നാണ് നമ്മൾ കോഡിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് പോളോ കളിക്കിടയിലാണ്. എങ്കിൽ പന്തല് തകർന്ന് വീണ് കിയോ എന്ന് പറഞ്ഞ് മരിച്ചതാര്? ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഇദ്ദേഹം വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഷേർ മണ്ഡലിന്റെ മുകളിലൂടെ ലൈബ്രറിയുടെ മുകളിൽ നിന്നും വീണ് മരിച്ചു. ഹുമയൂൺ നിർഭാഗ്യവാനായ ഹ്യൂമൻ ബീയിങ് എന്നും ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ ടോംബ് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പണി കഴിപ്പിക്കുന്നുണ്ട്. അക്ബറിന്റെ നേതൃത്വത്തിലാണ്, ഹാജി ബീഗമാണ് പണി കഴിപ്പിച്ചത്. എങ്കിൽ ഹുമയൂൺ നാമ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ, ജീവചരിത്രം രചിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ഗുൽ ബദൻ ബീഗമാണ്. ഈ ഗുൽ ബദന്റെ ബ്രദറാണ് ഹുമയൂൺ എന്നും ഓർത്തോളൂ. ഓക്കെ, ബാക്കി അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊന്നുമായിട്ടൊന്നും ഐക്യമില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്ററിന് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഗുൽബദൻ ബീഗം ബ്രദറിനെ കുറിച്ച് എഴുതിയാണ് ഹുമയൂൺ നാമ എന്നും കണക്ട് ചെയ്തോളൂ. അപ്പൊ അടുത്ത് നോക്കേണ്ടതാണ് അക്ബർ ചക്രവർത്തി. മഹാനായ അക്ബർ ചക്രവർത്തി എന്നാണ് അത് പറയാനായിട്ട് കാരണമുണ്ട്. അദ്ദേഹം ഭരണത്തിലേറുന്നത് 2ാം പാനിപ്പട്ട് യുദ്ധസമയത്ത് 1556 14ാമത്തെ വയസ്സിലാണ്. അവിടെ നിന്നും 1605 വരെ ഏകദേശം 50 വർഷം അദ്ദേഹം ഭരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു സിരിഹിന്ദ് യുദ്ധത്തിന് ശേഷം 1555 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഷേർ മണ്ഡലിൽ നിന്നും വീണ് മരിക്കുന്നത്. അത് 1556 അപ്പൊ ആ വർഷം തന്നെയാണ് അക്ബർ ഭരണത്തിലേറുന്നത്. കൊച്ചു പയ്യനല്ലേ, കയറി അടിക്കാമെന്ന് കരുതി ഒരു ഹെമു വരുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ എന്ന ബൈസ്റ്റാൻഡർ സ്ട്രോങ് ആയിരുന്നു, ബൈറാം ഖാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1556 കയറി തിരിച്ചടിക്കുന്നതാണ് 2ാം പാനിപ്പട്ട് യുദ്ധം. 1ാം പാനിപ്പട്ട് യുദ്ധം 1526. അത് കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ട് 1556 അക്ബറും ഹെമുവും അടിച്ചത് ഒരു യമുവിനെയാണ് എന്ന് ഓർത്തോളൂ. ഒരു ബൈസ്റ്റാൻഡർ ബൈറാം ഖാന്റെ സഹായത്തോടു കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ സൈന്യാധിപനും പിന്നെ ഗാർഡിയനായിട്ടൊക്കെ ഇദ്ദേഹത്തെ നോക്കുന്നത് ഒക്കെ. ഓക്കെ, അപ്പൊ 1556 ഈ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ അക്ബറിൽ നിന്നും പഠിക്കേണ്ട മെയിൻ ആയിട്ട് യുദ്ധം വരുന്നത്, അതിലും അവസാനം ഒരു 6 ഉണ്ട്. 1576 അത് നമുക്ക് നോക്കാം. ഓക്കെ, അക്ബറിന്റെ യഥാർത്ഥ നാമം ജലാലുദ്ദീൻ അക്ബർ എന്നാണ്. ജോധ അക്ബർ സിനിമ കണ്ടിട്ടുണ്ടോ? ഹൃത്തിക് റോഷനും ഐശ്വര്യ റോയ് ഒക്കെ അഭിനയിച്ചത് നല്ല സിനിമയാണ്. അതിന്റെ ഒരു പാട്ടുണ്ട് എ റഹ്മാൻ കമ്പോസ് ചെയ്തത്, അസീമോം ഷാൻ ഷഹൻഷാ ഭാരത് മാധവ. അതിൽ പറയുന്നുണ്ട് ജലാലുദ്ദീൻ അക്ബർ ഹിന്ദുസ്ഥാൻ മേരി ജാൻ തൂ ജാനെ ഹിന്ദുസ്ഥാൻ മർഹബാ. ആ പാട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ അതിൽ ഈ പേര് പറയുന്നുണ്ട് ജലാലുദ്ദീൻ അക്ബർ. അത് വെച്ചിട്ട് ഹൃതിക് റോഷന്റെ ഫേസ് ഒക്കെ വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ജലാലുദ്ദീൻ അക്ബർ. ജലം പോലത്തെ നല്ല മനുഷ്യനായിരുന്നു എന്നും ഓർത്താൽ മതി. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത യുദ്ധം വരുന്നത് 1576 ഹാൽഡി ഘട്ട് യുദ്ധമാണ്. അത് ഇങ്ങനെ ഓർത്താൽ മതി. ഭയങ്കര പവറൊക്കെ ഉള്ള ഒരു റാണ പ്രതാപം കാണിക്കാൻ വേണ്ടി വന്നപ്പോ അക്ബറിന് ഹാലിളകി. അതാണ് ഹാൽഡി ഘട്ട് യുദ്ധം. പവറൊക്കെ ഉള്ള റാണ പ്രതാപം കാണിച്ചു എന്നാണ്. പവർ എന്നാൽ മേവാറിലെ റാണ പ്രതാപിനെയാണ് അക്ബർ പരാജയപ്പെടുത്തുന്നത് 1576. അപ്പൊ ഇദ്ദേഹത്തിന് പങ്കെടുത്ത 2 മെയിൻ ആയിട്ടുള്ള യുദ്ധങ്ങളിൽ ലാസ്റ്റ് 6 ഉണ്ട്. 1556 1ാം പാനിപ്പട്ട് യുദ്ധം കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞ് 2ാം പാനിപ്പട്ട് യുദ്ധം 1556. പിന്നെ അത് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് 1576 ഹാലിളകി നൽകിയത് ഹാൽഡി ഘട്ട് യുദ്ധം എന്നും ഓർത്തോളൂ. എങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു രജപുത്ര നയത്തിലൂടെ അദ്ദേഹത്തിന്റെ സൈന്യമൊക്കെ സ്ട്രോങ് ആയി എന്നും ഓർത്തോളൂ. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചത് ഹിന്ദു ആയിട്ടുള്ള ജോധാബായിയാണ്. അങ്ങനെ വിവാഹം കഴിക്കുമ്പോഴത്തേക്കും അവരുടെ കുടുംബമൊക്കെ വന്നിട്ട് എന്തായിരുന്നല്ലോ ഹെൽപ്പ് ചെയ്യുമല്ലോ, മരുമകനല്ലേ. അപ്പോ അങ്ങനെയും ഓർത്തോളൂ. രജ്പുത് പോളിസിയിലൂടെ സൈന്യമൊക്കെ വന്നിട്ട് സ്ട്രോങ് ആക്കിയതും ഈ കാലഘട്ടത്തിലായിരുന്നു. ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഹിന്ദു ആയിട്ടുള്ള ജോധാബായിയെ അദ്ദേഹം കല്യാണം കഴിപ്പിച്ചു എന്നുണ്ടെങ്കിലും എന്റെ അറിവ് വെച്ചിട്ട് അവരെ മതം മാറ്റിയിട്ടൊന്നുമില്ല. അത് മാത്രമല്ല അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ആരാധനാലയമൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ വളരെ വിശാല മനസ്കനായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന്റെ ജസിയ നിർത്തലാക്കുകയും ചെയ്തു എന്ന് ഓർത്തോളൂ. ജസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത അന്യമതസ്ഥർക്ക് അവരുടെ ദൈവത്തിന് പ്രാർത്ഥിക്കണം എന്നുണ്ട് എങ്കിൽ നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്.
ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും റോസ് കൊടുക്കാനായിട്ട് ഫിറോസിന്റെ അടുത്ത് പോയപ്പോഴത്തേക്കും കുറെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആരും ഈസി ആയിട്ട് ഇനി ദൈവത്തിന് തൊഴണ്ട, അതാണ് ജസിയ, ദൈവത്തിനല്ല റോസ് കൊടുക്കേണ്ടത്, എനിക്കാണ്. അതാണ് ഫിറോസ് ഷാ തുഗ്ലക്ക് ഈസി ആയിട്ട് ജസിയ നടപ്പിലാക്കിയ മനുഷ്യൻ. അത് വന്നിട്ട് നിർത്തലാക്കിയത് വന്നിട്ട് മഹാനായ അക്ബർ ചക്രവർത്തി, ഹിന്ദുവായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിച്ച, ജോധാബായിയെ വിവാഹം കഴിച്ച അക്ബർ ചക്രവർത്തി തന്നെ അതിനെ നിർത്തലാക്കി എന്നും ഓർത്തോളൂ. പിന്നെയും എ വെച്ച് തുടങ്ങുന്ന ഒരാൾ വന്നിട്ട് അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാൻ. അപ്പോ മഹാൻ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കണക്ട് ചെയ്യേണ്ടതുണ്ട്. മൻസബ്ദാരി സമ്പ്രദായം, സൈനിക സിവിൽ ഭരണത്തിനായി 7 സഫാർ റാങ്കുകൾ നൽകി മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയതും മഹാനായ അക്ബർ ചക്രവർത്തി. അപ്പൊ അദ്ദേഹം നടപ്പിലാക്കിയത് കൊണ്ട് എല്ലാവർക്കും മനസ്സുകൊണ്ട് സന്തോഷം, അതാണ് മൻസബ്ദാരി, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റവും അദ്ദേഹം നടപ്പിലാക്കി. അതാണ് സാപ്തി സിസ്റ്റം എന്ന് ഓർത്തോളൂ. സാപ്തി എന്ന തൃപ്തി എന്നത് വെച്ചും അക്ബർ മഹാനല്ലേ, അപ്പൊ തൃപ്തിപ്പെടുത്തി, മനസ്സിന് ഇഷ്ടപ്പെട്ട മൻസബ്ദാരി നടത്തി. എങ്കിൽ അദ്ദേഹത്തിന്റെ റവന്യൂ മിനിസ്റ്റർ ആര് എന്ന് ചോദിക്കും, അതാണ് രാജാ തോഡർമാൻ. അക്ബറിന്റെ റവന്യൂവിൽ തൊടാതിരിക്കാൻ തോഡർമാനെ നിയമിച്ചു എന്നും ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചു, അതാണ് ദിൻ ഇലാഹി, ജസിയ നിർത്തലാക്കിയ മഹാനായ അക്ബർ ചക്രവർത്തി. എന്നിട്ട് എല്ലാവരും പോകുമ്പോഴത്തേക്കും പറയും, നിങ്ങൾ ഡെയിലി ദൈവത്തിനെ തൊഴണം എന്നുണ്ടെങ്കിൽ ഞാനൊരു മതം സ്ഥാപിച്ചിട്ടുണ്ട്, അതാണ് ദിൻ ഇലാഹി, ദിനവും തൊഴാനെന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയ മറ്റൊരു പോളിസിയാണ് സുൽഹ് ഇ കുല്ല്, സാർവത്രിക സമാധാന പോളിസി അഥവാ യൂണിവേഴ്സൽ പീസ്. എല്ലാവർക്കും സമാധാനം കിട്ടാൻ, സുഖമായിരിക്കാൻ സുൽഹ് ഇ കുല്ല് അക്ബർ നടപ്പിലാക്കി എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് അക്ബർ പണി കഴിപ്പിച്ച ഫത്തേപൂർ സിക്രി എന്ന സിറ്റിയും അതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് നിർമ്മിതികളുമാണ്. ഇങ്ങനെ ഓർത്തോളൂ, അക്ബറിന് ഒരു ഇഷ്ടക്കാരനുണ്ടായിരുന്നു. ആ ഇഷ്ടക്കാരനായിട്ടുള്ള സിക്രിക്ക് വേണ്ടി പണിതതാണ് ഫത്തേപൂർ സിക്രി എന്ന് ഓർത്തോളൂ. എങ്കിൽ ആ സിക്രിയുടെ പേരെന്ത് എന്ന് ചോദിക്കും, അതാണ് സലിം ചിഷ്ടി എന്ന സൂഫി സന്യാസി. ആ ചിഷ്ടിയാണ് ഇഷ്ടക്കാരനായ സിക്രി. അക്ബർ സിക്രിക്ക് വേണ്ടി പണിതതാണ് ഫത്തേപൂർ സിക്രി. എങ്കിൽ ഈ ഫത്തേപൂർ സിക്രി ലാൻഡിൽ വന്നിട്ട് അദ്ദേഹം വലിയൊരു വാസല് പണിയുന്നുണ്ട്. അദ്ദേഹം ഗുജറാത്തിനെ കീഴടക്കിയ സന്തോഷത്തില്. ആ വാസലിന്റെ പേരാണ് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രി ലാൻഡിൽ കൊണ്ടുവന്ന വാസൽ ബുലന്ദ് ദർവാസ. ഗുജറാത്തിനെ കീഴടക്കിയ സന്തോഷത്തിലുമാണ്. അത് മാത്രമല്ല ഇഷ്ടക്കാരനെ സിക്രിക്ക് വേണ്ടി പണിതതാണ്. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം, ചിലപ്പോൾ ഗുജറാത്ത് കയറി അടിച്ചാലോ. അതുകൊണ്ട് ആ ലാൻഡിൽ പണിഞ്ഞ വാസലാണ് ബുലന്ദ് ദർവാസ എന്നും ഓർത്തോളൂ. എങ്കിൽ ആ ഫത്തേപൂർ സിക്രിയിൽ വന്നിട്ടുള്ള മറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ മതസ്ഥർക്കും വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇബാദത്ത് ഖാന എന്ന വർഷിപ്പ് ഹൗസ് കൊണ്ടുവന്നു. ഖാന കഴിച്ചിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഇബാദത്ത് ഖാന അക്ബർ അവിടെ ഒരുക്കി എന്നും ഓർത്തോളൂ. എങ്കിൽ ഈ സിക്രിക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പഞ്ച് മഹലും അവിടെ കൊണ്ടുവന്നു. ഇതൊരു 5 നിലയായിട്ടുള്ള ഒരു ഓപ്പൺ പില്ലേഡ്, ധാരാളം തൂണുകളൊക്കെ ഉള്ള ഒരു മഹലാണ്. അത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, സിക്രിയുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവിടെ പഞ്ച് മഹലും അക്ബർ കൊണ്ടുവന്നു. അപ്പൊ അവിടെ എന്തൊക്കെയാണ് വന്നത്? ഫത്തേപൂർ സിക്രി അല്ലെ, ഇഷ്ടക്കാരനായിട്ടുള്ള സിക്രിക്ക് വേണ്ടി അക്ബർ പണിഞ്ഞു. പിന്നെ അതിന് വലിയൊരു വാസൽ ആ ലാൻഡിൽ പണിഞ്ഞു, അതാണ് ബുലന്ദ് ദർവാസ. പിന്നെ അവിടെ എന്താണ്, എല്ലാവർക്കും ഖാന കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഇബാദത്ത് ഖാന കൊണ്ടുവന്നു. പിന്നെ പഞ്ച് മഹലും അദ്ദേഹം അവിടെ ഒരുക്കി എന്ന് ഓർത്തോളൂ. എങ്കിൽ അക്ബറിന്റെ മറ്റ് നിർമ്മിതികൾ, ആഗ്ര ഫോർട്ട് പണി കഴിപ്പിച്ചത് അക്ബറാണ്. ആഗ്ര അക്ബർ അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ലാഹോർ ഫോർട്ട് പണി കഴിപ്പിച്ചതും അക്ബറാണ്. അക്ബർ അലറിക്കൊണ്ട് ലാഹോർ പണി കഴിപ്പിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ ആഗ്ര സിറ്റി പണി കഴിപ്പിച്ചത് ആര് എന്ന് ചോദിക്കും, അത് സിക്കന്ദർ ലോധിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനായിട്ട് വിട്ടുപോയി, ലോധി വംശം നോക്കിയപ്പോഴത്തേക്കും. ഇങ്ങനെ ഓർത്താൽ മതി, പഞ്ചാബി ഹൗസിൽ ലാലാണ് സിക്കന്ദർ എന്ന് പറയുന്നല്ലേ. അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു മണ്ഡപം പണി കഴിപ്പിക്കുന്നുണ്ട്. അത് ആരെ കൊണ്ടും പൊളിക്കാൻ സമ്മതിക്കത്തില്ല, അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ പൊളിക്കുള്ളൂ എന്ന് പറയുന്നു. അതുപോലത്തെ ഒരു സിക്കന്ദറാണ് ഈ സിക്കന്ദർ ലോധി എന്നും ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം ആഗ്ര പട്ടണം പണി കഴിപ്പിച്ചു എന്നും ഓർത്തോളൂ. എങ്കിൽ ആഗ്ര ഫോർട്ട് അക്ബർ ആണ്. ആഗ്ര ഫോർട്ട് അക്ബർ അലറിക്കൊണ്ട് ലാഹോർ ഫോർട്ടും പണി കഴിപ്പിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ അക്ബറിന്റെ സദസ്സിലും നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ബീർബൽ, താൻസൻ, രാജ തോഡർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നികുതിയിൽ തൊടാതിരിക്കാൻ, റവന്യൂവിൽ തൊടാതിരിക്കാൻ തോഡർമാന്. പിന്നെ താൻസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടി താനേ മഴ പെയ്യിപ്പിക്കുന്ന താൻസനും അക്ബറിന്റെ കൂടെയാണ്. പിന്നെ ബീർബല് അക്ബറിന്റെ ബീറടി കമ്പനിയാണ് ബീർബല് എന്നോർത്തോളൂ. പിന്നെ വന്നിട്ട് 2 ഇരട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ, അബുൾ ഫസലും ഫൈസലും. ഫസല് എന്നിവർ വന്നിട്ട്
അക്ബറിന്റെ സദസ്സിലായിരുന്നു. അബുൽ ഫസല് ഫൈസല്. ഓക്കെ, അബുൽ ഫസലാണ് അക്ബറിനെ കുറിച്ചിട്ട് അസലായിട്ടുള്ള ഐനി അക്ബാരിയും അക്ബർ നാമയും എഴുതിയത് എന്നോർത്തോളൂ. ഇദ്ദേഹം പണ്ഡിതനാണ്. അബുൽ ഫൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിയും ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ബീർബലിന്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് ദാസ് എന്നാണ്. അദ്ദേഹം സ്ഥാപിച്ച ദിൻ ഇലാഹിയിൽ ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്നുള്ള ഒരേ ഒരാള് ഈ ബീർബലാണ്, മഹേഷ് ദാസ്. ഓക്കെ, ഇദ്ദേഹത്തിന് കൂടുതലും ഹിന്ദുക്കളുമായിട്ടൊക്കെയാണ് സഹവാസം. അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ട് ബീർബൽ ബീറടി കമ്പനിയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ മതം സ്വീകരിക്കാന്ന് പറഞ്ഞ് ദിൻ ഇലാഹി മഹേഷ് ദാസ് അഥവാ ബീർബല് സ്വീകരിച്ചു. എങ്കിൽ താൻസന്റെ യഥാർത്ഥ നാമം രാമ താണു പാണ്ഡെ എന്നാണ്. താഴെ മഴ പെയ്യിപ്പിക്കുന്ന ആൾ താണു. ഓക്കെ, രാമ താണു പാണ്ഡെ അദ്ദേഹവും അക്ബറിന്റെ ആണ്. എങ്കിൽ രാമചരിത മാനസം എഴുതിയ തുളസീദാസും അക്ബറിന്റെ സദസ്യനാണ് എന്നും ഓർത്തോളൂ. ഇതെല്ലാം ഹിന്ദു പേരുകളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ജാതി മതമൊന്നുമില്ല. അദ്ദേഹം സ്ഥാപിച്ചതും ദിന്നിലാഹിയാണ്. എല്ലാവരുമായിട്ടും കമ്പനി ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അക്ബർ മരണപ്പെടുന്നത് 1605 വന്നിട്ട് സിക്കന്ദരയിൽ വെച്ചിട്ടാണ്. അവിടെയാണ് അക്ബറിന്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വന്നിട്ട് ഇന്ത്യയിൽ ഫാക്ടറി ആരംഭിക്കുന്നത് എന്നും ഓർത്തോളൂ. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ബുക്ക് രചിച്ചത് ഐനി അക്ബാരി അക്ബറി നാമ അബുൽ ഫസലാണ്. നല്ല അസല് ബുക്കാണ്. ഇങ്ങനെ ഓർത്താൽ മതി. അതിന് അക്ബർ എന്ത് ചെയ്യണം, അതാണ് ഐനി അക്ബാരി. പിന്നെ അക്ബറിന്റെ നാമത്തിലുള്ള അക്ബർ നാമ. അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട് അബുൽ ഫൈസി, അതും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇനി നമുക്ക് ജഹാംഗീറിലോട്ട് പോവാം. ജഹാംഗീർ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1605 മുതൽ 1627 വരെയുള്ള 22 വർഷ കാലഘട്ടമാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിയുക എന്നല്ലേ, അത് വെച്ചിട്ടാണ്. എന്റെ നാട്ടില് ഒരു ഇരുമ്പ് കട ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് കടയുടെ പേരാണ് സലിമിന്റെ ഇരുമ്പ് കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോഴത്തേക്കും എല്ലാം തൊട്ടാൽ കീറുന്ന സാധനങ്ങളാണ്. കടയുടെ ഫ്രണ്ടില് ഈ ചങ്ങലകള് കെട്ടിത്തൂക്കിയിട്ടിരിക്കും, ഈ ഇരുമ്പിന്റെ ഈ തുടലെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ എന്തെടുത്തിരുന്നാലും അവിടെ 100 രൂപയുമാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ജഹാംഗീറിനെയും ഓർമ്മിക്കുന്നത്. അപ്പൊ ആ ചങ്ങല വെച്ചിട്ട് 100 വെച്ചിട്ട് ഒക്കെ ജഹാംഗീറിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ജഹാംഗീറിന്റെ യഥാർത്ഥ നാമം നൂർ ഉദ്ദീൻ മുഹമ്മദ് സലിം. ഓക്കെ, ഞാൻ പറഞ്ഞു സലിമിന്റെ ഇരുമ്പ് കട കീറും, അതിനോണ്ട് കീറും സലിം, പിന്നെ 100 എന്നും വരുന്നുണ്ട്. അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. എങ്കിൽ വന്നിട്ട് ഈ നീതിച്ചങ്ങല നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിക്കും. അതും ജഹാംഗീർ ആണ്. ജനങ്ങൾക്ക് നേരിട്ട് നീതി ലഭിക്കാനായിട്ട് സ്വർണ്ണ ചങ്ങലയിൽ 60 മണികൾ സ്ഥാപിച്ചതാണ് നീതി ചങ്ങല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സലിമിന്റെ ഇരുമ്പ് കടയുടെ ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്കും ചങ്ങലകൾ കാണും, അതാണ് നീതി ചങ്ങല. എങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് എല്ലാവരും വിളിച്ചിരുന്നത് നൂർ ഉദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ ബാദ്ഷാ എന്നാണ്. അതിലും ഒരു 100 ഉണ്ട്. എങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൂർ ജഹാൻ ആണ്. അതിലും 100 ഉണ്ട്. ഓക്കെ, അപ്പൊ 100 വെച്ചിട്ട് കണക്ട് ചെയ്യുകയുള്ളൂ. നൂർജഹാന്റെ മറ്റൊരു നാമം ചോദിക്കും, അത് മെഹറുന്നിസയാണ്. ഇവര് ജഹാംഗീറിന്റെ ഭരണത്തിൽ ഇവരും ഇവരുടെ സഹോദരന്മാരൊക്കെ ധാരാളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ ജഹാംഗീറിന്റെ മറ്റൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ബാബ എന്നും പറയും. ഓക്കെ, എല്ലാവരെയും കീറി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ആവൂലേ, ആരും ഷെയ്ഖ് ആവും. അത് വെച്ചിട്ട് ഓർത്തോളൂ. അങ്ങനെ കീറി വിട്ട് ഷെയ്ഖ് ആക്കിപ്പിക്കുന്ന ബാബയാണ് ഷെയ്ഖ് ബാബ അഥവാ ജഹാംഗീർ. ജഹാംഗീറിന്റെ അർത്ഥം ലോകത്തെ കീഴടക്കിയവൻ, ലോകത്തെ കീഴടക്കി എന്നും ഓർത്തോളൂ. ഓക്കെ, എങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മറ്റൊരു കാര്യം കൂടെ ഓർക്കുക. മുഗൾ ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. അദ്ദേഹം കീറി ചിത്രം വരച്ചു. ഓക്കെ, നമുക്ക് കീറി എന്ന് പറയാൻ ഈ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടും ചിത്രം വരയ്ക്കാമല്ലോ, അങ്ങനെ ചിത്രം വരച്ചിരുന്ന ആളാണ് എന്നും ഓർത്തോളൂ. മുഗൾ ചിത്രകലയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ സ്വാഭാവികമായിട്ടും ചിത്രകാരന്മാരും കാണും. അപ്പൊ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള 2 നടന്മാരുടെ പേരുള്ള ചിത്രകാരന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ സദസ്സില്. ഒന്ന് ഉസ്താദ് മൻസൂറും പിന്നെ വന്നിട്ട് അബുൽ ഹസനും. കമല ഹസൻ പോലത്തെ പേരല്ലേ അബുൽ ഹസന്, പിന്നെ ഉസ്താദ് മൻസൂർ അലിഖാനെ പോലത്തെ പേരല്ലേ. രണ്ടുപേരും ചിത്രകാരന്മാരാണ്. അതിൽ ഉസ്താദ് മൻസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഡ്സിന്റെ അനിമൽസിന്റെ ഒക്കെ ചിത്രം വരയ്ക്കുന്നതിൽ പ്രഗത്ഭനാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഷാലിമാർ ബാഗ് ശ്രീനഗറില് എന്താ പറയാൻ പണിതതാര് എന്ന് ചോദിക്കും. അതും വന്നിട്ട് ജഹാംഗീർ ആണ് ഷാലിമാർ ബാഗ് ശ്രീനഗറില് പണിഞ്ഞത്. അപ്പോ ശ്രീനഗറിൽ ഷാലിമാർ ജഹാംഗീർ പണിഞ്ഞു എന്നും ഓർത്തോളൂ. എങ്കിൽ ലാഹോറിൽ പണിയുന്നതുകൊണ്ട് അത് ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഷാജഹാനാണ് ഷാലിമാർ ബാഗ് ലാഹോറിൽ പണിഞ്ഞത്. ആൾറെഡി അച്ഛൻ ഇവിടെ പണിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ മകൻ പിന്നെ പണിയുന്നത് ലാഹോറിലാണ്. എങ്കിൽ ശ്രീനഗറിലെ ഷാലിമാർ ജഹാംഗീർ എന്ന് കണക്ട് ചെയ്യൂ.
പിന്നെ ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള രണ്ട് സഞ്ചാരികളുണ്ട്. ഒന്ന് വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ 1608 വരുന്നുണ്ട്. 1608 ഹോക്കി കളിക്കാൻ വന്ന ഹോക്കിൻസിനെയും കീറി വിട്ടു എന്നോർത്തോളൂ, അതാണ് ജഹാംഗീർ. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1615 കാലഘട്ടത്തില് തോമസ് റോയാണ് വരുന്നത്. തോമസ് റോ 1615 കാലഘട്ടത്തിലാണ് വരുന്നത്. അദ്ദേഹത്തെയും റോയെയും കീറി വിട്ടു എന്ന് ഓർത്തോളൂ. അത് 1613 പണിത് വന്നിട്ട് സൂററ്റിൽ പണിത ഫാക്ടറിക്കുള്ള നടത്തിപ്പിന്റെ അവകാശം ചോദിക്കാനാണ് വന്നത്. സാങ്ഷൻ ആകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോ തോമസ് റോയെ കീറി വിട്ടു, ഹോക്കിൻസിനെയും കീറി വിട്ടു എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എങ്കിൽ ഇനി നോക്കാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെയും കീറിക്കൊന്നത് ജഹാംഗീറാണ് എന്ന് ഓർത്തോളൂ. അത് വെച്ചിട്ടും കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ തുസുക്കി ജഹാംഗീർ അത് പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി. ഞാൻ പറഞ്ഞായിരുന്നു ആത്മകഥ എഴുതിയിട്ടുള്ള രണ്ട് മുഗൾ രാജാവ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാപ്പയായിട്ടുള്ള ബാബറും, പിന്നെ ജഹാംഗീർ കീറി ആത്മകഥ എഴുതി, കീറി പെയിന്റും ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അദ്ദേഹം മരിക്കുന്നത് 1627 ലാഹോറിനടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഷാജഹാൻ വരുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ടത് ഷാജഹാനെ കുറിച്ചിട്ടാണ്. ഷാജഹാൻ ജഹാംഗീറിന്റെ മകനാണ്. അദ്ദേഹം ഭരണത്തിലേക്ക് വരുന്നത് 1628 മുതൽ 1658 വരെയുള്ള 30 വർഷ കാലഘട്ടമാണ്. ഷാജഹാനും മുംതാസ് മഹലും തമ്മിലുള്ള പ്രേമം, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു, മരിച്ചുപോയി. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നെ താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നൊക്കെ വരുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള പ്രേമമൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഷാബുദ്ദീൻ മുഹമ്മദ് ഖുറാം എന്നാണ്. ഇങ്ങനെ ഓർത്താൽ മതി. മുംതാസിന്റെ മരണശേഷം അവരെ ഓർത്ത് കുറുവി വിഷമിച്ചിരുന്ന മനുഷ്യൻ ഖുറാം, അത് ഷാജഹാനാണ്. എങ്കിൽ ഈ ഷാജഹാൻ എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുറം എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രാജാവ് എന്നാണ്. പ്രിൻസ് ഓഫ് ഖുറം എന്ന അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ജഹാംഗീർ ആണ്. ഇത് ജഹാംഗീറിന്റെ അവസാന കാലഘട്ടത്തിൽ ഷാജഹാൻ ജഹാംഗീറിനെതിരെ പട നയിക്കുന്നുണ്ട്. പക്ഷെ തോറ്റുപോയി. ജഹാംഗീർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. ആ മകനെ വന്നിട്ട് അച്ഛൻ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ രാജാവ് എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചത്. ജഹാംഗീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനെ കീഴടക്കിയവൻ എന്നാണ് പറഞ്ഞത്. ലോകത്തിനെ കീഴടക്കിയെന്നല്ലേ. ഇത് മകൻ ലോകത്തിന്റെ രാജാവ്. ഓക്കെ. എങ്കിൽ ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലാണ്. അവരുടെ യഥാർത്ഥ നാമം അർജുമന്ത് ബാനു ബീഗം എന്നാണ്. അപ്പൊ അവരുടെ മരണശേഷമാണ് അദ്ദേഹം താജ്മഹൽ പണിയുന്നത്. അവരെ ഓർത്ത് അവരുടെ തൂവെള്ള കളറുള്ള പ്രണയത്തിന് വേണ്ടി വെണ്ണക്കൽ മാർബിളിൽ തീർത്ത താജ്മഹൽ പണിഞ്ഞു എന്ന് ഓർത്തോളൂ. എങ്കിൽ അവരെ ഓർത്ത് വിഷമിക്കുമ്പോഴത്തേക്കും ചുവന്ന കളറുള്ള ചോരയുടെ നിറമുള്ള ചെങ്കോട്ട അഥവാ ലാൽ കില, ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ചുവപ്പ് എന്നാണ്, ലാൽ കിലയും ചെങ്കോട്ട ഡൽഹിയിൽ പണിഞ്ഞു എന്ന് ഓർത്തോളൂ. എങ്കിൽ അവരെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ജുമാ മസ്ജിദും പണിഞ്ഞു എന്ന് ഓർത്തോളൂ. ജുമാ മസ്ജിദ് എന്നാൽ ഷാജമാ മസ്ജിദ് എന്ന് ഓർത്തോളൂ. അപ്പൊ കണക്ഷൻ കിട്ടും. ഷാജഹാൻ അല്ല, ഷാ മാറ്റി കഴിഞ്ഞാൽ ജമാ മസ്ജിദ് ഡൽഹിയിൽ പണിഞ്ഞതും ഇദ്ദേഹമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ വന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെ സൃഷ്ടിച്ചു. അപ്പോ മുഗൾ വാസ്തുവിദ്യയുടെ സുവർണകാലവും ഇദ്ദേഹത്തിന്റെ ആണ് എന്നാണ് അറിയപ്പെടുന്നതെന്നും ഓർത്തോളൂ. ഇദ്ദേഹം ഈ വാസ്തുവിദ്യക്ക് ഇതിനെല്ലാം ഓർഡർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മയൂര സിംഹാസനത്തിൽ ഇരുന്നും എന്ന് ഓർത്തോളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവനയാണ് മയൂര സിംഹാസനം. ലോക പ്രശസ്തമായിട്ടുള്ള കൊഹിനൂർ വജ്രമെല്ലാം അതിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് നാദിർഷ അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ വന്നിട്ട് ലണ്ടനിലെ രാജ്ഞിയുടെ കിരീടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ മയൂര സിംഹാസനത്തിലിരുന്നാണ് അദ്ദേഹം ഇതിനെല്ലാം ഓർഡർ ചെയ്തത്. ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അദ്ദേഹം മരണപ്പെടുന്നത് 1666 മരിക്കുന്നതിന് മുന്നേ 8ഓളം വർഷം ഇദ്ദേഹത്തിനെ പിടിച്ച് തടവിലാക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഔറംഗസേബ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കണം. ഇദ്ദേഹം വരുന്ന തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട് ഫൈറ്റ് ചെയ്തു. അതിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിലും സഹോദരന്മാരെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് ഷാജഹാൻ വരുന്നത്. അപ്പൊ 10 ഗുണം 10 ഗുണം. മോൻ പിടിച്ച് വന്നിട്ട് എന്ത് ചെയ്യും? ഔറംഗസേബ് ഇദ്ദേഹത്തെ പിടിച്ച് 8 വർഷം പിടിച്ച് തടവിലുമാക്കും കേട്ടോ. എങ്കിൽ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഔറംഗസേബ് ഒരു റങ്കില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം ഒന്നിലും തൃപ്തിയായിരുന്നില്ല എന്നോർത്തോളൂ. പക്ഷെ അദ്ദേഹം ജീവിച്ചത് ഒരു പാവം പോലെ, ഒരു സന്യാസിയൊക്കെ പോലെ സ്വന്തം കാര്യം സ്വന്തമായിട്ട് പണിയൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചതെങ്കിലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരുന്നു. എല്ലാവരെയും കയറി അടിക്കും, എല്ലാവരുമായിട്ടും പ്രശ്നമായിരുന്നു, സ്വന്തം അച്ഛനുമായിട്ടും പ്രശ്നമായിരുന്നു. അച്ഛനുമായിട്ട് സമർത്ഥമായിട്ടുള്ള ഒരു യുദ്ധത്തില് ഷാജഹാനെ കീഴടക്കിയിട്ടാണ് ഇദ്ദേഹം വന്നതെന്ന് ഓർത്താൽ മതി. ആ യുദ്ധത്തിന്റെ പേരാണ് സമുഗഡ് യുദ്ധം. അച്ഛനെതിരെ സമർത്ഥമായി നടത്തിയത്, ഷാജഹാനെതിരെ നടത്തിയെന്നാണ്. എന്നിട്ട് 8 വർഷം പിടിച്ച് ആഗ്രയിലെ ജയിലിലും അദ്ദേഹത്തെ ഇടുന്നുണ്ട്.
ഓക്കെ, അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരാണ് ആലംഗീർ എന്ന് ഓർത്തോളൂ. അതിൽ ഗീർ ഉണ്ട് എന്ന് പറഞ്ഞ് ആ സ്ഥാനപ്പേര് ആര് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അത് ജഹാംഗീർ എന്ന് എഴുതരുത്, അത് ആലംഗീർ ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. ആലം എന്നാൽ അലാറം എന്ന് ഓർത്തോളൂ. അലാറം വയ്ക്കുന്നത് എപ്പോഴാണ്? ഉറങ്ങുമ്പോഴല്ലേ. അതേപോലത്തെ പേരല്ലേ ഔറംഗസേബ്. അദ്ദേഹത്തിന് ഉറങ്ങുമ്പോ പോലും യുദ്ധത്തിലായിരുന്നു ചിന്ത എന്നും ഓർത്താൽ മതി. ഇത് ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും മകനാണ്. അവരുടെ വിശുദ്ധ പ്രേമത്തിൽ നിന്നും ജനിച്ച മകനാണെന്നുണ്ടെങ്കിൽ പോലും അച്ഛന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലായിരുന്നു. സമർത്ഥമായ യുദ്ധത്തില് അച്ഛനെ പരാജയപ്പെടുത്തി ജയിലിലാക്കിയ മകൻ എന്നും ഓർത്തോളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം തീവ്രമായിട്ടുള്ള ഒരു മുസ്ലിം ആശയമൊക്കെ ആയിട്ട് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജസിയ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. ആദ്യം ഫിറോസ് ഷാ തുഗ്ലക് എല്ലാവരും എനിക്ക് റോസ് തന്നാൽ മതി, ഈസി ആയിട്ട് മറ്റ് ദൈവങ്ങളെ തൊഴണ്ട എന്ന് പറഞ്ഞ് ജസിയ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എന്നാൽ മഹാനായിട്ടുള്ള അക്ബർ ചക്രവർത്തി അത് നിരോധിച്ചു. എങ്കിൽ തിരിച്ച് ഔറംഗസേബ് തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും പറഞ്ഞു ഇനി എല്ലാവരും ജസിയ തരണമെന്ന്. എയിൽ തുടങ്ങുന്ന അക്ബർ നിർത്തിയപ്പോഴത്തേക്കും തിരിച്ച് എയിൽ തുടങ്ങുന്ന ഔറംഗസേബ് തന്നെ തിരിച്ച് ജസിയ കൊണ്ടുവന്നു എന്ന് ഓർത്തോളൂ. അപ്പൊ ജസിയ കൊണ്ടുവന്നത് മാത്രമല്ല, കാശി വിശ്വനാഥ ടെമ്പിൾ തകർത്തത് ആര് എന്ന് ചോദിച്ചാൽ അതും ഔറംഗസേബാണ്. ഒരു റംഗില്ല ചുമ്മാ ഇരുന്നിട്ടെന്ന് പറഞ്ഞ് നേരെ കാശിയിൽ പോയി അവിടെയും തകർത്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹം മറ്റു മതത്തിൽ ചെയ്ത വേറൊരു പരിപാടിയാണ് 9ാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള തേജ് ബഹദൂറിനെ കൊന്നു. തേജ് ബഹദൂറിനെ തേച്ച് കൊന്നത് ഔറംഗസേബ് എന്നോർത്തോളൂ. എങ്കിൽ ഗുരു അർജുൻ ദേവ് 5ാമത്തെ സിഖ് ഗുരുവാണ്. അർജുൻ ദേവിനെ കീറിക്കൊന്നത് ജഹാംഗീർ എന്ന് ഓർക്കാനാണ് പറഞ്ഞത്. അപ്പോ തേജ് ബഹദൂറിനെ തേച്ച് കൊന്നത് ഔറംഗസേബ്. സേബ് എന്നാൽ തേച്ച് എന്ന് പറയുന്നത് പോലെയല്ലേ, അങ്ങനെ കണക്ട് ചെയ്തോളൂ. പിന്നെ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്ത സാമ്രാജ്യമായിട്ട് സ്ഥിരം വിഷയമാണ്. അതിൽ ശിവാജി ആയിട്ട് ആദ്യം വിഷയം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനുമായിട്ടും വിഷയം ഉണ്ടായിരുന്നു. ചാവ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹത്തിന്റെ ശിവാജിയുടെ മകനായിട്ടുള്ള സാംബാജിയും ഔറംഗസേബും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് കൂടുതലും കാണിക്കുന്നത്. അതിൽ ഔറംഗസേബിന്റെ റോളിൽ വരുന്നത് അക്ഷയ് ഖന്നയാണ്. നല്ല പെർഫോമൻസ് ആണ്. സാംബാജിയുടെ റോളിൽ വരുന്നതും നമ്മുടെ വിക്കി കൗശലാണ്. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. അപ്പൊ അതിൽ കാണുമ്പോഴേ അറിയാം കടുപ്പമാണ് രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഔറംഗസേബ് സാംബാജിയുമായിട്ടും ശിവാജിയും ഒക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ രജപുത്രന്മാരുമായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അസമിലെ അഹോം ഡൈനാസ്റ്റിയിൽ കയറിയടിച്ച ആ ഹോമിൽ കയറി അടിച്ചതും ഔറംഗസേബാണ്. ഒരു റങ്ക് ഇല്ല, അതുകൊണ്ട് ആ ഹോമിലും കയറി അടിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായിട്ടുള്ള ജീവിത ശൈലിയാണ്. ഇതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ്. വളരെ ലളിതമായിട്ട് ഈ തറയിലാണ് കിടക്കുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് അദ്ദേഹത്തിനുള്ള കാശ് കണ്ടെത്തി. ഈ നെയ്ത്ത്, അങ്ങനെ വസ്ത്ര നെയ്യൽ, അങ്ങനത്തെ ഇതിലൂടെ ആ സിനിമയിലും കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇത്. അതുകൊണ്ട് തന്നെ സിന്ധ പീർ എന്ന്, കീറിയ പായയിൽ കിടക്കുന്ന മനുഷ്യൻ എന്ന് ഓർത്താൽ മതി. അതാണ് സിന്ധ പീർ എന്ന്. ജീവിക്കുന്ന വിശുദ്ധൻ എന്നും ദർവേഷ് എന്നും ഒക്കെ വിളിക്കപ്പെടുന്നത് ഇദ്ദേഹമാണ്. സിമ്പിൾ ആയിട്ടുള്ള വേഷം ധരിക്കുന്നുണ്ട് ദർവേഷ് എന്നും വിശേഷിപ്പിക്കുന്നു എന്നൊക്കെ ചുമ്മാ കണക്ട് ചെയ്ത് ഓർത്തോളൂ. അത് മാത്രമല്ല അദ്ദേഹം സിമ്പിൾ ആയിട്ടുള്ള ജീവിതം ആയതുകൊണ്ട് ഒരു രീതിയിലുള്ള ആഡംബരം അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. കൊട്ടാരത്തിൽ സംഗീതം വേണ്ട എന്ന് പറഞ്ഞു. എങ്കിൽ ജരോഖ ദർശൻ, ജനങ്ങൾക്ക് കാണാനുള്ള അവസരം, അത് ജനങ്ങൾ വന്നിട്ട് ബാൽക്കണിയിലൊക്കെ നിന്ന് രാജാവിനെ കാണുന്ന, സദസ് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് നിർത്തി. പിന്നെ നാണയങ്ങളിലെ കലിമ ആലേഖനം എന്നിവ നിരോധിച്ചു. നാണയത്തിൽ കലിമയൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള നാണയം. കാരണം അദ്ദേഹം സിമ്പിൾ ആണ്. അങ്ങനെ ഓർത്താൽ മതി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതിയിലേക്ക് വ്യാപിച്ചത്. കാരണം എല്ലായിടത്തും കയറി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വ്യാപിക്കുമല്ലോ, അതിനനുസരിച്ച് റിസ്ക് ഫാക്ടറും കൂടും എന്ന് ഓർത്തോളൂ. എങ്കിൽ അദ്ദേഹമാണ് വന്നിട്ട് മുസ്ലിം നിയമമായിട്ടുള്ള ശരീഅത്ത് നിയമത്തിനെ ക്രോഡീകരിച്ച് ഫത്താവ ഈ ആലംഗീരി ഇറക്കിയത് എന്നും ഓർത്തോളൂ. അദ്ദേഹം ആലംഗീർ എന്ന നാമമാണ് സ്വീകരിച്ചത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഫത്താവ ഈ ആലംഗീരി, അദ്ദേഹം ക്രോഡീകരിച്ച മുസ്ലിം നിയമമാണ് എന്നും ഓർത്തോളൂ. ആലം എന്നാൽ അലാറം, ഉറങ്ങുക പോലത്തെ പേരില്ലേ ഔറംഗസേബ്, അങ്ങനെയും കണക്ട് ചെയ്യാലോ. എങ്കിൽ ട്രീറ്റി ഓഫ് പുരന്ദർ, അദ്ദേഹവും ഔറംഗസേബും ശിവജിയും പിന്നെ രാജാ ജയ്സിംഗും ചേർന്നിട്ടുള്ള ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പുരന്ദർ എന്നറിയപ്പെടുന്നത്. അത് 1665 ഇങ്ങനെ ഓർത്താൽ മതി. പുരന്ദർ, അതില് പുര ഔറ എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഔറംഗസേബ്, പുരന്ദർ, പുര ഔറ എന്ന് ഓർത്തോളൂ. അദ്ദേഹം 25 വർഷത്തോളം കാലഘട്ടമാണ് ഡെക്കാൻ മേഖലയിൽ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചത്. അത് ഡെക്കാൻ നയം അഥവാ ഡെക്കാൻ അൾസർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ നയമാണ്. ഷാജഹാന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. എങ്കിലും ഇദ്ദേഹമാണ് ഡെക്കാൻ, ആ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഇത്രയും നീണ്ട കാലം യുദ്ധത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് എന്ന് ഓർത്താൽ മതി. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഔറംഗാബാദില് ഒരു കുടീരം പണിയുന്നുണ്ട്. അതിന്റെ പേരാണ് ബീബി കാ മക്ബര. അത്
രണ്ടാം താജ്മഹൽ എന്ന് അറിയപ്പെടുന്നു. അച്ഛൻ ഷാജഹാൻ വെച്ചത് ഒന്നാം താജ്മഹൽ, അത് ഒറിജിനൽ താജ്മഹൽ. ഷാജഹാന്റെ മകൻ ആര് എന്ന് ചോദിച്ചാൽ ഔറംഗസേബ്. ഞാൻ പറഞ്ഞു ഭാജ് സാബ്, അത് ബി ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, പിന്നെ ഷാജഹാൻ, പിന്നെ വരുന്ന എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔറംഗസേബ്. ആ ഔറംഗസേബ് ഷാജഹാന്റെ മകനാണ്. അപ്പോ മകനായിരിക്കും രണ്ടാമത്തെ താജ്മഹൽ. അതും ബീബിക്ക് വേണ്ടിയിട്ടാണ്. ബീബി ക മക്ബുര, ബീബിക്ക് വേണ്ടിയിട്ടുള്ള പുര ഔറംഗസേബ് നിർമ്മിച്ചു എന്ന് ഓർത്താൽ മതി. അദ്ദേഹം 1707 അഹമ്മദ് നഗറിൽ വെച്ചിട്ട് മരണപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ടോംബ് ഔറംഗാബാദിലാണ് എന്നും ഓർത്തോളൂ. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അടുത്ത് വരുന്നത് ബഹദൂർ ഷാ ഒന്നാമനാണ്. 5 വർഷത്തോളം കാലഘട്ടത്തിലെ ഭരിച്ചോളൂ. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാനില്ല. അദ്ദേഹമാണ് ഏറ്റവും അവസാനമായിട്ടുള്ള മുകളിലുള്ള ഫേമസ് ആയിട്ടുള്ള രാജാവ്. പിന്നെ അതിനുശേഷം ബഹദൂർ ഷാ രണ്ടാമൻ വരുന്നുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എല്ലാവരെയും കൊണ്ട് ഈ രാജവംശത്തിലുള്ളത് കൊണ്ട് അപാവപ്പെട്ട മനുഷ്യനെ പിടിച്ചാക്കിയതാണ്. അദ്ദേഹം വന്നിട്ട് ബഹദൂർ ഷാ സഫറാണ്. വളരെയധികം സഫർ ചെയ്ത് ആ മനുഷ്യൻ, ആ മാൻ വന്നിട്ട് മ്യാൻമാറിലോട്ട് ഓടി, റംഗൂണിലോട്ടാണ് ഓടിയത് എന്നും ഓർത്തോളൂ. എങ്കിൽ ബഹദൂർ ഷാ ഒന്നാമനെ കുറിച്ചിട്ട് വിവരമില്ലാത്ത രാജാവ് എന്ന് ഒരാള് പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് ഷാഹി ബെഖാബറാണ് അദ്ദേഹത്തെ വിവരമില്ലാത്ത രാജാവ് എന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം എല്ലാവരുമായിട്ടും അനുരഞ്ജനമാണ്. അവസാനത്തെ രാജാവല്ലേ, നമുക്ക് കോംപ്രമൈസിലൊക്കെ അങ്ങനെ ഇങ്ങനെ പോകാം. ഔറംഗസേബിന്റെ കടുത്ത നയങ്ങളിലൊക്കെ ഇളവ് വരുത്തി എന്നെ ഒന്ന് ജീവിക്കാൻ വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ പോയ മനുഷ്യനാണ്. പക്ഷെ 5 വർഷം ഇരുന്ന് 1712 അദ്ദേഹം ലാഹോറിൽ വെച്ച് മരിക്കുകയായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. അപ്പൊ ബഹദൂർ ഷാ ഒന്നാമൻ 1707 മുതൽ 1712 വരെയാണ്. അതിനുശേഷം വരുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടു നോക്കൂ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ടും ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുഗൾ രാജവംശത്തിലെ അവരുടെ ആ ഓർഡറിൽ തന്നെ അവരുടെ ശവകുടീരവും നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഭാജ് സാബ് എന്നാണ് ആ ഒരു ഓർഡറിൽ പഠിക്കാനാണ് പറഞ്ഞത്. അതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബർ, എച്ച് ഹുമയൂണ്, എ എന്ന അക്ബർ, ജെ എന്ന് പറഞ്ഞ ജഹാംഗീർ, ഈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജഹാൻ, വീണ്ടും ഒരു എ ഉണ്ട്, അത് ഔറംഗസേബ്, പിന്നെ ബി എന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ 1. ബാജ് സാബിന് 2 ബി ഉണ്ട് എന്ന് ഓർത്തോളൂ. വീണ്ടും ഒരു ബിയും കൂടി ഇട്ട് കൊടുക്കൂ. അതാണ് ബഹദൂർ ഷാ സഫർ ചെയ്ത അവസാനത്തെ രാജാവ് എന്നും ഓർത്തോളൂ. എങ്കിൽ അതിന്റെ ഇത് ശവകുടീരത്തിന്റെ കോഡ് ഇതാണ് KDS ലാഡർ എന്ന് ഓർത്തോളൂ. KDS ലാഡർ, അത് കണക്ട് ചെയ്യാം. അതിൽ ബാബറിന്റെ ആണെങ്കിൽ ആ കെ വരുമ്പോ കാബൂള്, ഡി വരുമ്പോഴത്തേക്കും ഡൽഹി ഹുമയൂണ്, എസ് വരുമ്പോഴത്തേക്കും സിക്കന്ദർ അക്ബർ, അതിൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഹോർ ജഹാംഗീർ, പിന്നെ ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്ര. രണ്ടാമത്തെ ഔറംഗസേബിന്റെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔറംഗാബാദ് തന്നെയാണ്. ഔറംഗസേബ് വരുമ്പോ ഔറംഗാബാദ്, ഷാജഹാൻ ആണെങ്കിൽ ആ എ എന്ന് പറയുമ്പോഴത്തേക്കും ആഗ്ര, അങ്ങനെ ഓർത്തോളൂ. പിന്നെ ബഹദൂർ ഷാ ഒന്നാമനാണെന്നുണ്ടെങ്കിൽ ഡി ഡൽഹിയാണ്. എങ്കിൽ ബഹദൂർ ഷാ സഫർ റംഗൂൺ ആണ്, മ്യാൻമാർ. അദ്ദേഹം ജീവനും കൊണ്ട് മ്യാൻമാറിലോട്ട് ഓടി എന്നാണ് പറഞ്ഞത്. അപ്പോ മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ മധ്യകാല ഇന്ത്യയിൽ നിന്നും ഇതിന് മുന്നേ വന്നിട്ട് ഡൽഹി സുൽത്താനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് സിന്ധു നാഗരികത, ആൻഷ്യന്റ് ഇന്ത്യയിൽ സിന്ധു നാഗരികതയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസിന്റെ ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസിന്റെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. മാത്രമല്ല യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.